നമസ്കാരം. ഇന്ന് കേരളം ആകെ ഭീതിയിലാണ്. പ്രത്യേകിച്ചും വനപ്രദേശത്ത് തൊട്ടടുത്തുള്ള ആളുകളാണ് ഏറ്റവും അധികം ഭീതിയിലുള്ളത്. അതിൽ തന്നെ മലപ്പുറം, വയനാട്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട, തൃശ്ശൂർ മേഖലകളിലെ ജനങ്ങളാണ് ഏറ്റവും അധികം ഭീതിയിലുള്ളത്. എന്താണ് ഈ ഭീതിക്ക് കാരണം? വനപ്രദേശത്തോടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു. ഇതുവരെ ഉണ്ടാകാത്തൊരു പ്രതിഭാസമാണ് കേരളത്തിൽ. ഈ പ്രതിഭാസത്തിൻ്റെ നമ്മൾ കേൾക്കുമ്പോൾ ഇതെന്തോ പ്രകൃതിയാ തന്നെ ഉണ്ടാകുന്ന സംഭവമാണെന്നാണ് ധരിക്കുക. എന്നാൽ ഇതിൻ്റെ പിന്നിൽ വളരെ ഗൂഢോദ്ദേശമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പിണറായി വിജയൻ്റെ കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ള സംഭവങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റി മുഴുവൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഒരു സുപ്രഭാതത്തിൽ ആന ഇറങ്ങുന്നു, വീണ്ടും ആന ഇറങ്ങുന്നു, ആന കുത്തിക്കൊല്ലുന്നു, അതേപോലെ പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, അതേപോലെ കരടി ഇറങ്ങുന്നു. ഇതുവരെ കാണാത്ത മൃഗങ്ങളെല്ലാം മൃഗങ്ങൾ കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഇതിനെ തുടർന്ന് ആ പ്രദേശം മുഴുവൻ വലിയ തോതിൽ ഭീതിയിലാണ്. ഭീതി എന്ന് പറഞ്ഞാൽ മരണം, ഇത് ഇന്നലെ വരെ ആക്രമണം മാത്രമാണെങ്കിൽ ദിവസേന ആനയും പുലിയും എല്ലാം ആക്രമിക്കുകയാണ്. ഇപ്പോൾ 59ാമത്തെ മരണം വയനാട്ടിൽ മാത്രം നടന്നു കഴിഞ്ഞു. കേരളത്തിൽ 179 മരണങ്ങളാണ് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഭീതിജനകമായ അന്തരീക്ഷം. ഈ ഒരു വർഷത്തിനുള്ളിലാണ് കേരളത്തിൽ ഘട്ടം ഘട്ടമായി മൃഗങ്ങളെ ഇറക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അതിന് കൃത്യമായി വനംവകുപ്പിൻ്റെ ഒത്താശയുണ്ടെന്നുള്ള കൃത്യമായ സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ മാനന്തവാടിയിൽ തുടർച്ചയായി 2 തവണയാണ് ആന വന്ന് ആക്രമിച്ചത്. ആദ്യത്തെ ആന ആക്രമിച്ച മാനന്തവാടി ടൗൺ മുഴുവൻ വിറപ്പിച്ച ശേഷമാണ് ആ ആനയെ പിടിച്ചുകൊണ്ടേ കൊന്നത്. അതിനുശേഷം വേറെ ആനയെ ഇറക്കി. ആ ആന ഒരാളെ കൊന്നിട്ടോ അവിടെ ജനങ്ങളെല്ലാം ഇളകി. അവിടുത്തെ MLA-ക്കെതിരെ, SP-ക്കെതിരെ എല്ലാം ജനങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഇതാ പുൽപ്പള്ളിയിലാണ് അതിനുശേഷം ഒരാളെ കൂടി കൊന്നത്. അതും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ. അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഒരു വിഭാഗത്തിൻ്റെ രഹസ്യ അജണ്ടയോടുകൂടി ഇത്തരത്തിലുള്ള മൃഗങ്ങളെ ഇറക്കുകയും അതുവഴി അവിടെ ആക്രമണം ഉണ്ടായി ആളെ കൊല്ലുകയും ചെയ്യുക എന്നുള്ള തന്ത്രപരമായ നീക്കമാണ് പിണറായി വിജയൻ വനവകുപ്പിലൂടെ നടത്തുന്നത് എന്നുള്ള വളരെ ഗോപ്യമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ അടുത്ത കാലത്താണ് ഇത് വർദ്ധിച്ചത്. ഈ ഒരു വർഷത്തിനുള്ളിലാണ് വർദ്ധിച്ച് ഇപ്പോൾ അതിൻ്റെ വർധനവ് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് കടത്തിയിരിക്കുകയാണ്. ആദ്യം വനവകുപ്പ് ആനകളെ തുറന്നു വിട്ടു, അല്ലെങ്കിൽ മൃഗങ്ങളെ തുറന്നു വിട്ടു, കൂട്ടിൽ കൊണ്ടുവന്ന് പല സ്ഥലത്തും പുലികളെ കൊണ്ടുവന്നിട്ടു. ആദ്യം ബഫർ സോൺ ഏരിയയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള വനംവകുപ്പിൻ്റെ തന്ത്രമാണെന്നാണ് കരുതിയത്. കേന്ദ്ര ഗവൺമെൻറ് കർശനമായി കേരളത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ബഫർ സോണിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഏത് കാര്യങ്ങളും വേണേൽ ചെയ്യാം. മുമ്പ് മാവോയിസ്റ്റുകളെ കൊല്ലാൻ വേണ്ടി 300 കോടി രൂപ പിണറായി വിജയൻ കൈപ്പറ്റി എന്ന് പറയുന്നൊരു കാര്യം ആരോപണം ഉന്നയിച്ചത് ഗ്രോവാസുവാണ്. ആരോപണം ഉന്നയിച്ച അദ്ദേഹത്തെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, പിണറായി വിജയന് 300 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലും പ്രശ്നമില്ല, 700 കോടി രൂപ പിണറായി വിജയൻ വാങ്ങി എന്നുള്ള വാർത്ത, തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങി എന്നുള്ള വാർത്ത ക്രൈം പുറത്തുവിട്ടിരുന്നു. എങ്ങനെയെങ്കിലും ഡാം പൊട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. കാരണം അദ്ദേഹം ഡാം പണിയണമെന്നും ഇപ്പോഴുള്ള ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർത്ത ആളാണ്. അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഏത് സമയത്തും മുല്ലപ്പെരിയാർ പൊട്ടും, അങ്ങനെ 6 ജില്ലകൾ ഇല്ലാതാവും, 1 കോടി ജനങ്ങൾ മരിക്കും, ആ 6 ജില്ലകൾ വഴി കേരളം മുഴുവൻ നശിക്കുമെന്ന് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്ത് നശിച്ചാലെന്താ, മാർക്സിസ്റ്റ് പാർട്ടി അണികൾ ചത്താലെന്താ, അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹം തട്ടിയെടുത്ത പണമെല്ലാം സുരക്ഷിതമാകണം, ഏത് വഴിയെങ്കിലും അദ്ദേഹത്തെ കുടുംബം സുരക്ഷിതമാകണം എന്നുള്ളതാണ്. ഇവിടെ അതേപോലെ തന്നെ ആനകളെയും പുലികളെയും അതേപോലെ കടുവയെയും അതേപോലെ കരടിയെയും എല്ലാം ഇറക്കിവിട്ട് ജനങ്ങളെ ഭയവിഹ്വലരാക്കുക, അതേപോലെ കൊല്ലുക, കൊന്ന ശേഷം അത് വാർത്തയാവുക, ജനക്കൂട്ടം അതിലേക്ക് ജനങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുക, പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതിൻ്റെ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുക. അങ്ങനെ ജനങ്ങൾ ശ്രദ്ധ, പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന ഈ ഘട്ടത്തിൽ അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ള വളരെ ഗുരുതരമായ ഒരു തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ കാര്യം നമ്മുടെ സുൽത്താൻ ബത്തേരി MLA ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. MLA
അദ്ദേഹം എന്നോട് ഈ ഗൗരവമായി പറഞ്ഞിരുന്നു. ഇത് തന്ത്രപരമായി ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാനുള്ള ഗവൺമെന്റിന്റെ തന്ത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നിമിഷങ്ങൾ കഴിഞ്ഞില്ല, പുൽപ്പള്ളിയിൽ ഒരാളെ കൊന്നു കഴിഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് ജോഡോ യാത്രക്കിടയിലെ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. വയനാട് യാത്രക്കിടയിൽ അദ്ദേഹം മരിച്ച ആളുകളെ വീട്ടിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർശനത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുന്നിൽ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗങ്ങളാണ്. എന്തായാലും വയനാട്ടിൽ മാത്രമല്ല, പ്രത്യേകിച്ചും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലം വയനാടാണ്. കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥലമാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കും, ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കും. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് മാറും. ദൃശ്യമാധ്യമങ്ങൾ അവിടെ എത്തിച്ചേരുന്നു. പിണറായി വിജയന് നന്നായിട്ടറിയാം മറ്റു മാർഗങ്ങളൊന്നുമില്ല ഉപയോഗിക്കുന്നതിന് പകരം ഇതാവുമ്പോൾ ആനകളുടെയും പൗലിയുടെയും കരടിയുടെയും പേരിലാവുമല്ലോ കുറ്റം. ആ കുറ്റം മുഴുവൻ ആരും പിന്നെ മറ്റുള്ളവർ ജനങ്ങളുടെ മേലേക്കോ, അതായത് ആരെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കൊന്നു എന്നൊന്നും ആരോപണമില്ല. അപ്പോൾ ഇത് വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷം വയനാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ ഇടുക്കിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, മലപ്പുറത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അതേപോലെ കണ്ണൂർ ഏരിയയിലെ മലയോരങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കാടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം വളരെ ഗുരുതരമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. പുലികളോ ആനകളോ ഒരിക്കലും നാട്ടിലിറങ്ങി രുചി അറിഞ്ഞാൽ അവയ്ക്ക് പിന്നെ പിന്തിരിഞ്ഞ് പോകാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും അവിടെ വരിക എന്നുള്ളതാണ് പ്രധാനം. നമുക്കറിയാം പടയപ്പ ഇപ്പോഴും മൂന്നാറിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കടകൾ കൊള്ളയടിച്ച് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിധത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ പുതിയ സംഭവമായിട്ട് പയറ്റുകയാണ്. തൻ്റെ അതേപോലെ പിണറായി വിജയനെതിരെയുള്ള വാർത്തകളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.